ഇനി ഇന്നത്തെ ആരോഗ്യ വിചാരത്തിലേക്ക് കിടക്കാം. ഒരു ഇമോഷണൽ ഹെൽത്ത് ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത, അല്ലെങ്കിൽ ഇമോഷണൽ ഹെൽത്ത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, ഒരു ബെറ്റർ ഇമോഷണൽ ഹെൽത്ത് എങ്ങനെ സാധ്യമാകും. ഇപ്പോൾ വളരെ സന്തോഷം എന്ന് പറയുന്ന ഒരു ഇമോഷൻ ഒഴികെ ബാക്കിയുള്ള നമ്മൾ നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ടുള്ള ദുഃഖവും ദേഷ്യവും മനപ്രയാസവും ഏത് തരത്തിലുള്ള അത്തരത്തിലുള്ള ഇമോഷൻസിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ശ്രമമാണ് എല്ലാവരും നടത്താറുള്ളത്, അല്ലേ? ഇപ്പോൾ നമ്മൾ വളരെ സാഡായിരിക്കുന്നു, വളരെ ദുഃഖിച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ എങ്ങനെയെങ്കിലും ദുഃഖം മാറ്റാനുള്ള ഒരു ശ്രമമല്ലേ നടത്തുക. വാസ്തവത്തിൽ ആ ശ്രമം വിഫലമാവും. കാരണം നമ്മൾ നിഴലിനെ പേടിച്ച് ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിഴലൊരിക്കലും നമ്മുടെ പുറകിൽ നിന്ന് പോവില്ലല്ലോ. നിഴലിനോടുള്ള ഭയം മാറാനുള്ള വഴി എന്താ? നിഴലിനെ ഒന്ന് തിരിഞ്ഞു നിന്ന് നോക്കണം. അപ്പൊ മനസ്സിലാകും നിഴൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. അത് ഭയപ്പെടേണ്ട ഒന്നല്ല, എൻ്റെ ഒരു നിഴൽ മാത്രമാണത്, എൻ്റേതെന്ന് പറയാനായിട്ട് ഇല്ല, അതിന് ഇത്രയേ ആയുസുള്ളൂ, അതിന് ഇത്രയേ പ്രാധാന്യമുള്ളൂ എന്ന് പറയുന്ന ഒരു സത്യം മനസ്സിലാക്കണമെങ്കിൽ എന്തു ചെയ്യണം? നിഴലിന് നേരെ തിരിഞ്ഞു നിന്ന് നിഴലിനെ അറിയണം. ഇതേ തരത്തിൽ നമുക്കൊരു ദുഃഖം ഉണ്ടാകുമ്പോൾ, ദുഃഖം എന്ന് പറയുന്ന ഒരു ഇമോഷനിൽ പെട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ആ ദുഃഖത്തിൽ നിന്നും ഓടിപ്പോകാനായിട്ട് ശ്രമിക്കാതെ ആ ദുഃഖത്തിന് നേരെ തിരിഞ്ഞു നിന്ന് എങ്ങനെയാണ് ആ ദുഃഖമുള്ളത്, എന്താണ് ആ ദുഃഖം എന്ന് പറയുന്ന അവസ്ഥ എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ബോധ്യപ്പെടാനായിട്ട് ഒരു ശ്രമം നടത്തുക. നമുക്ക് ചിലപ്പോൾ തോന്നും ഇതിന് പ്രായോഗികതയുണ്ടോ എന്ന്. പ്രായോഗികത തീർച്ചയായിട്ടും ഉണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. ഏതൊരു ഇമോഷനിൽ നമ്മൾ ഇരിക്കുമ്പോഴും ഇമോഷനിൽ നിന്നും രക്ഷപ്പെടുക എന്ന് പറയുന്നത് സാധ്യമല്ല. അത് വല്ലാതെ നമ്മൾ ശോഷിപ്പിച്ച് കളയും, മാനസികമായിട്ടും ഞെരുക്കിക്കളയും. അതിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും ശരീരത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരും, വലിയ ആരോഗ്യക്കുറവുകളായിട്ട്. അവിടെ ഇമോഷണൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല വിദ്യയാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. ഏത് തരത്തിലുള്ള ഇമോഷനിൽ നമ്മൾ ഇരിക്കുമ്പോഴും, അത് ഭയമോ ദുഃഖമോ ദേഷ്യമോ ഏത് തരത്തിലുള്ള ഇമോഷനിൽ ഇരിക്കുമ്പോഴാണെങ്കിലും എങ്ങനെയാണ് ഈ ഇമോഷനിൽ ഇരിക്കുമ്പോൾ ഞാനുള്ളത് എന്നുള്ളത് സ്വയം ഒബ്സർവ് ചെയ്യണം. ആ ഇമോഷനെ പരിപൂർണമായിട്ടും അറിയാൻ ശ്രമിക്കണം. ഇപ്പോൾ ദുഃഖത്തിലിരിക്കുകയാണെങ്കിൽ ഞാൻ ദുഃഖത്തിലിരിക്കുമ്പോൾ എന്താണ് എൻ്റെ അവസ്ഥ, എൻ്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥ എന്തൊക്കെയാണ്, എൻ്റെ മാനസികമായിട്ടുള്ള നില എങ്ങനെയാണുള്ളത്, ദുഃഖത്തിലിരിക്കുമ്പോൾ എന്തൊക്കെ ചിന്തകളാണ് ഈ ദുഃഖത്തിലിരിക്കുമ്പോൾ എന്നിലൂടെ കടന്നു പോകുന്നത്. ഇങ്ങനെ ദുഃഖം എന്ന് പറയുന്ന ഒരു ഇമോഷനെ, ദുഃഖത്തിൻ്റെ കാരണമൊന്നുമല്ല പറയുന്നത്, ആ ഒരു പ്രത്യേക വികാരത്തെ അറിയാനായിട്ട് ഉള്ള ശ്രമം, ഒരു ഇമോഷണൽ ബാലൻസ് കൈവരിക്കാൻ നമ്മളെ സഹായിക്കും. ഈ ഒരു പ്രാക്ടീസ് എല്ലാവരും ചെയ്യണം. ഇപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ ആ ദേഷ്യം എന്ന് പറയുന്ന ഒരു വികാരം എങ്ങനെയാണുള്ളത്, ആ ദേഷ്യത്തെ പൂർണ്ണമായിട്ടും അറിയാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ദേഷ്യം മോശമാണ്, ദേഷ്യപ്പെടാൻ പാടില്ല എന്ന നിയമങ്ങളൊക്കെ വേറെ. ഇവിടെ നമ്മൾക്ക് ആവശ്യം എന്താണ്? ഞാൻ ദേഷ്യപ്പെടുകയാണ്, ആ ദേഷ്യം എന്നെയും ഉപദ്രവിക്കും, ബാക്കിയുള്ളവരെയും ഉപദ്രവിക്കും. എൻ്റെ ഇമോഷണൽ ബാലൻസ് തെറ്റിക്കുന്നു, ബാക്കിയുള്ളവരുടെ മാനസികമായിട്ടുള്ള സമാധാനത്തിനും തടസ്സം വരുത്തും. അപ്പം ഞാൻ അതിനെ ഒന്ന് നിയന്ത്രിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതത്ര എളുപ്പമല്ല. അപ്പം അതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതിയാണിത്. അതിനെ ഒന്ന് തിരിഞ്ഞു നോക്കി കൃത്യമായിട്ട് അറിയാനായിട്ട് ശ്രമിക്കുക. ആ ദേഷ്യത്തിലേക്ക് ആഴ്ന്നിറങ്ങുക മനസ്സുകൊണ്ട്. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഇന്ന് തൊട്ട് ഈ ഒരു പ്രാക്ടീസ് കൂടി ലൈഫിലേക്ക് കൊണ്ടുവരിക. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നോക്കട്ടെ. ഇമോഷണൽ ബാലൻസ് തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ആയി വരും കേട്ടോ. ഈ പ്രാക്ടീസ് എല്ലാവരും ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. അതുവരെ സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.